ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാരമ്പര്യ വൈദ്യശാസ്ത്ര രംഗത്ത് കേരളം മികവിന്റെ കേന്ദ്രമായി തുടരുകയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. LP വിഭാഗത്തിൽ കൂടി സംസ്കൃതോത്സവം ആരംഭിക്കുന്ന കാര്യത്തിൽ അനുഭാവപൂർവമായ ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കേരള ടെക്നോളജി എക്സ്പോ KTX ഗ്ലോബൽ 2026 മെയ് 28 മുതൽ 30 വരെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടക്കും. സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ BA അറബിക് ബിരുദ തത്തുല്യ യോഗ്യതാ കോഴ്സിന്റെ വാർഷിക പരീക്ഷ നടന്നു. ജനങ്ങളെ ഒന്നിപ്പിക്കുവാൻ സഹായിക്കുന്ന പൊതു ഇടങ്ങൾ വികസിപ്പിക്കണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഞാൻ സുഷോഭ് നെല്ലിക്കോട്. വാർത്തകൾ വിശദമായി. പാരമ്പര്യ വൈദ്യശാസ്ത്ര രംഗത്ത് കേരളം മികവിന്റെ കേന്ദ്രമായി തുടരുകയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ബേപ്പൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ₹1.5 കോടി വിനിയോഗിച്ചാണ് ബേപ്പൂരിൽ ആയുർവേദ ആശുപത്രി നിർമ്മിച്ചത്. 2 ഘട്ടങ്ങളിലായി പ്രവൃത്തി പൂർത്തീകരിച്ച ആശുപത്രിയിൽ ഡോക്ടേഴ്സ് റൂം, ട്രീറ്റ്മെന്റ് റൂം, ഫാർമസി റൂം, വിശ്രമമുറികൾ, റിസപ്ഷൻ ഏരിയ, കിച്ചൺ, സ്റ്റോർ റൂം, യോഗ ഹാൾ, ഓഫീസ് റൂം, ടോയ്ലറ്റുകൾ എന്നിവയാണ് ഒരുക്കിയിട്ടുള്ളത്. ബേപ്പൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. പ്രാഥമിക ആരോഗ്യ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. പ്രൈമറി ഹെൽത്ത് സെന്റർ, ഫാമിലി ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്നിവ ചേർന്ന ഒരു ഹെൽത്ത് സർവീസ് നെറ്റ്വർക്ക് കേരളത്തിൽ പ്രവർത്തിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ജനങ്ങളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി വിശദീകരിച്ചു. പരമ്പരാഗത വൈദ്യശാസ്ത്ര രീതികളുടെ മികവിന്റെ കേന്ദ്രങ്ങളാവാൻ അർഹതയുള്ള സ്ഥാപനങ്ങളും സൗകര്യങ്ങളും നമ്മുടെ സംസ്ഥാനത്തിലുണ്ട്. ഇവിടെ ആയുർവേദം എടുത്ത് പരിശോധിച്ചാൽ നമ്മളിൽ പലരും ഇന്നും ആയുർവേദത്തെ ആശ്രയിക്കും. അപ്പൊ നമ്മുടെ നാട്ടിൽ, നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഇതുപോലെ ഒരു ഡിസ്പെൻസറി ഉണ്ടാകുമ്പോൾ അതിന്റെ ഗുണം ആർക്കാണ്? സാധാരണ മനുഷ്യർക്കാണ്. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസം വന്നാൽ, ഒരു അസുഖം വന്നാൽ ആയുർവേദ ഡോക്ടറെ കാണാൻ, ആയുർവേദ മരുന്ന് കഴിക്കാൻ, ആയുർവേദ ചികിത്സ ലഭിക്കാൻ ആഗ്രഹമുള്ളവർക്ക്, ഇന്ന് എന്താണ് ചെയ്യുക എന്ന് ചിന്തിക്കുന്നവർക്ക് ഓടിയെത്താൻ ഒരിടം നമ്മുടെ പ്രദേശത്തുണ്ടാകുക എന്നുള്ളത് ഈ നാടിന്റെ ആവശ്യമാണ്. ഇവിടുത്തെ ജനങ്ങളുടെ സന്തോഷമാണ് അതിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ചടങ്ങിൽ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. രാജീവ് അധ്യക്ഷത വഹിച്ചു. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ N. ശ്രീജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ PP ബീരാൻകോയ, ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KS പ്രിയ, ബേപ്പൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TK ഹൃദ്യ, വാർഡ് കൌൺസിലർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. LP വിഭാഗത്തിൽ കൂടി സംസ്കൃതോത്സവം ആരംഭിക്കുന്ന കാര്യത്തിൽ അനുഭാവപൂർവമായ ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. സംസ്കൃത അധ്യാപക ഫെഡറേഷന്റെ 48ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതീയ സംസ്കാരത്തിന്റെ സാക്ഷാത്കാരമാണ് സംസ്കൃത ഭാഷയെന്നും സംസ്കൃതോത്സവ മാനുവൽ പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിച്ച് LP വിഭാഗത്തിൽ കൂടി സംസ്കൃതോത്സവം ആരംഭിക്കുന്ന കാര്യത്തിൽ അനുഭാവപൂർവമായ ഇടപെടൽ നടത്തുമെന്നും വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കേരള സംസ്കൃതാധ്യാപക ഫെഡറേഷന്റെ 48ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്കൃതം എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിന്റെ സാക്ഷാത്കാരമാണ്.
ഒരു സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാരുടെ സംസ്കാരമാണ്. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മഹിത നേട്ടങ്ങളിൽ ഒന്നായാണ് ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെട്ട കാലം മുതൽ നമ്മുടെ നാട് സ്വീകരിച്ച ഒരു വ്യാഖ്യാനം. അത് മറന്നു പോകരുത് എന്ന് സൂചിപ്പിക്കാൻ മാത്രമേ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സ്വാഗത സംഘം ചെയർപേഴ്സണുമായ മില്ലി മോഹൻ കൊട്ടാരത്തിൽ അധ്യക്ഷത ഭാഷണം നിർവഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് സനൽ ചന്ദ്രൻ മുഖ്യ ഭാഷണം നിർവഹിച്ചു. KSTF ജനറൽ സെക്രട്ടറി CP സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു. വിവിധ സംഘടനാ ഭാരവാഹികളായ PK അരവിന്ദൻ, അനൂപ് കുമാർ ടി, C ബിജു, മൻസൂർ മാടമ്പാട്ട്, സായൂജ് ഡി, സലാം മലയമ്മ, സുധീഷ് കേശവപുരി, ശ്രീജു S എന്നിവർ പ്രസംഗിച്ചു. വിദ്യാഭ്യാസ സമ്മേളനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ P രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്കൃത ഭാരതി അഖിലേന്ത്യാ സെക്രട്ടറി P നന്ദകുമാർ വിഷയാവതരണം നടത്തി. ദിലീപ് MT, ഡോക്ടർ വിവേക് MV എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള ടെക്നോളജി എക്സ്പോ KTX ഗ്ലോബൽ 2026 മെയ് 28 മുതൽ 30 വരെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടക്കും. കാലിക്കറ്റ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി ഇനിഷ്യേറ്റീവാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ Tier 1 സിറ്റീസിൽ Tier 2 and Tier 3 സിറ്റീസിലേക്കാണ് ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കാലിക്കറ്റ് മാതിരി ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റി, ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായിക്കൂടാ. വി ഷുഡ് നോട്ട് മിസ് ദിസ് പ്ലേസ്. അതുകൊണ്ടാണ് എങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഹൗ യു ക്യാൻ മേക്ക് ദി സിറ്റി എ ബ്യൂട്ടിഫുൾ സിറ്റി, എ സിറ്റി വെയർ ക്യാൻ ബി ആസ്പിറേഷൻ സിറ്റി ഫോർ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി. അതിനുള്ള എല്ലാ കോമ്പണൻസും നമ്മുടെ ഈ സിറ്റിയിലുണ്ട്. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും കൂടി എങ്ങനെ വർക്ക് ചെയ്യാമെന്നുള്ളതുകൊണ്ടാണ് ഈ ഇനീഷ്യേറ്റീവ് വന്നത്. ആരോഗ്യ സംരക്ഷണ, സാങ്കേതിക വിദ്യ, റീറ്റെയിൽ ടെക്നോളജി, ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി തുടങ്ങി 6 മേഖലകളിലായി 200ഓളം സ്റ്റാളുകളാണ് പ്രദർശനത്തിലുണ്ടാകുക. 2ാം തവണയാണ് കേരള ടെക്നോളജി എക്സ്പോ കോഴിക്കോട്ട് നടക്കുന്നത്. ബിസിനസ് ചർച്ചകളും പ്രത്യേക സെഷനുകളും ഉണ്ടാകും. പ്രദർശനത്തിന് മുന്നോടിയായി വിവിധ മത്സരങ്ങൾ, ഹാക്കത്തണുകൾ, ക്യാമ്പസ് പരിപാടികൾ എന്നിവയും നടത്തും. സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെ ആഗോള സ്ഥാപനങ്ങളെയും നിക്ഷേപകരെയും കേരളത്തിലെ സ്ഥാപനങ്ങളുമായും വ്യക്തികളുമായും ബന്ധിപ്പിക്കുകയാണ് പ്രദർശനത്തിന്റെ ലക്ഷ്യമെന്ന് CITI ചെയർമാൻ അജയൻ K ആനാട്ട്, മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് നിത്യാനന്ദ കമ്മത്ത്, സ്കിൽ ഏബ്ലേഴ്സ് ടെക്നോളജി CEO രവീന്ദ്രൻ കസ്തൂരി എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ BA അറബിക് ബിരുദ തത്തുല്യ കോഴ്സിന്റെ വാർഷിക പരീക്ഷ നടന്നു. വിവിധ ഇടങ്ങളിലായി 5000-ലേറെ പേരാണ് പരീക്ഷ എഴുതിയത്. പ്രായഭേദമന്യേ എല്ലാവർക്കും ഖുർആൻ പഠനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്റർ. BA അറബിക് ബിരുദ തത്തുല്യ കോഴ്സിന്റെ വാർഷിക പരീക്ഷയാണ് SLRCയുടെ നേതൃത്വത്തിൽ നടന്നത്. 16 വയസ്സ് മുതൽ 80 വയസ്സ് വരെ പ്രായമുള്ളവർ SLRC സെന്ററുകളിൽ പഠിതാക്കളായുണ്ട്. എല്ലാവർക്കും ധാർമ്മിക ബോധത്തോടെയുള്ള ജീവിതം പിന്തുടരാൻ സഹായിക്കുന്ന പഠനമാണ് SLRC നടത്തുന്നതെന്ന് ഡയറക്ടർ KB അബ്ദുൽ ലത്തീഫ് മൗലവി പറഞ്ഞു. മനുഷ്യൻ പൊതുവെ സമാധാനം നഷ്ടപ്പെട്ടൊരു കാലഘട്ടം. കുടുംബത്തിലായാലും സമൂഹത്തിലായാലും നമ്മളുടെ മക്കൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വർഗീയതയാവാം, ലഹരിക്കടിമപ്പെട്ടിട്ടാവാം, മൊബൈലിൻ്റെ ദുരുപയോഗം മൂലം നിരവധി കുടുംബങ്ങൾ
വർണ്ണവർഗ വ്യത്യാസമില്ലാതെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം മാനസികമായ സമാധാനമില്ലാത്തൊരു അന്തരീക്ഷത്തിൽ സ്വാഭാവികമായും വേദഗ്രന്ഥ പഠനം രാജ്യത്തിൻ്റെ സമാധാനത്തിന് തീർച്ചയായും അനിവാര്യമാണ്. ഈ അനിവാര്യതയെ മുൻനിർത്തിക്കൊണ്ടാണ് സെൽഫ് ലേണിംഗ് ആൻഡ് അസസ്മെന്റ് പ്രവർത്തിക്കുന്നത്. ഇത് ഓരോ വർഷവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് പ്രകാരം പഠിപ്പിക്കുകയും പരീക്ഷ നടത്തുകയും അഫ്ലൽ മാസ് സിലബസ് ഉണ്ട് ഇതിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ആ സിലബസിനെ പിന്തുടർന്നുകൊണ്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഖുർആൻ, ഹദീസുകൾ, അറബിക് ഹിസ്റ്ററി, അറബിക് സാഹിത്യം തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയാണ് കോഴ്സുകൾ നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സായി പ്രഭ പറമ്പിൽ ബസാറിന്റെ ചെറുകഥാ സമാഹാരം തേജോ മാനസം പ്രകാശനം ചെയ്തു. KP രാമനുണ്ണി പ്രകാശന കർമ്മം നിർവഹിച്ചു. പൂർണ്ണ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച സായിപ്രഭ പറമ്പിൽ ബസാറിന്റെ ചെറുകഥാ സമാഹാരം തേജോ മാനസം പ്രകാശനം ചെയ്തു. TBS NE ബാലകൃഷ്ണ മാരാർ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ KP രാമനുണ്ണി ഡോക്ടർ ശ്രീസൂര്യ തിരുവോത്തിന് നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. അപ്പ കാണുവാൻ അപ്പാന്ന് വിളിക്കുന്ന ഒരു അവസ്ഥ വിശേഷം ഉണ്ട്. ഓർമ്മയില്ല, നന്ദിയില്ല. നന്ദി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭൂഷാവികാരമാണ്. നന്ദി ശരിക്കും ഭൂഷാവികാരമൊന്നുമല്ല, മനുഷ്യന്റെ സ്മരണ എന്നൊരു സിദ്ധിയുടെ പ്രകാശനമാണ് നന്ദിയിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ അനിതയ്ക്ക് എഴുത്തുകാരി എന്നുള്ള എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് തന്നെ ഓർമ്മ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഓർമ്മ എന്ന സിദ്ധിയാണ് പലപ്പോഴും നമ്മളെ എഴുത്തുകാരാക്കുന്നത്. പലപ്പോഴും പല എഴുത്തുകാരും പക്ഷേ ഓർമ്മയുടെ ശേഖരമെല്ലാം എഴുത്തിന് മാത്രം ഉപയോഗിക്കാറുണ്ട്. ജീവിതത്തിൽ ഓർമ്മയെന്ന് കൊണ്ട് നടക്കാറില്ല. സഹായിച്ചൊരു ഓർക്കുന്നവർ വളരെ കുറവാണ്. പക്ഷെ അനിത സൂര്യപ്രഭ ജീവിതത്തിലും എഴുത്തിലും അത് കൊണ്ട് നടക്കുന്നു എന്നതാണ് അവരെ എഴുത്തിനെ സവിശേഷമായി ആത്മാർത്ഥതയുള്ളതാക്കി. MA ജോൺസൺ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ NE മനോഹർ, അഡ്വക്കേറ്റ് M ജയദീപ്, ബിനോയ് V, DK രാജേഷ് കുമാർ, സ്മിത ES, RK ഇരവിൽ എന്നിവർ സംസാരിച്ചു. സായിപ്രഭ പറമ്പിൽ ബസാർ മറുമൊഴി നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജനങ്ങളെ ഒന്നിപ്പിക്കുവാൻ സഹായിക്കുന്ന പൊതു ഇടങ്ങൾ വികസിപ്പിക്കണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഫറൂഖ് കല്ലമ്പാറ ഫുഡ് സ്ട്രീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടൂറിസം വകുപ്പ് അനുവദിച്ച 98 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഫറൂഖ് നഗരസഭയും കടലുണ്ടി ഗ്രാമപഞ്ചായത്തും അതിരിടുന്ന വടക്കുംപാട് പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലത്തിൽ ഫുഡ് സ്ട്രീറ്റ് ഒരുക്കിയത്. ഇരിപ്പിടങ്ങൾ, കഫറ്റീരിയ, ചെറിയ കയോസ്കുകൾ, അലങ്കാര വിളക്കുകൾ, അലങ്കാര പൂച്ചെടികൾ, ശുചിമുറി, നടപ്പാത എന്നിവയാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയത്. ഫറൂഖ് കല്ലമ്പാറ പഴയപാലം ഫുഡ് സ്ട്രീറ്റിന്റെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഇന്ത്യയിൽ ആദ്യമായി പൊതുമരാമത്ത്, ടൂറിസം വകുപ്പുകളിൽ ഡിസൈൻ നയം നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണെന്ന് മന്ത്രി പറഞ്ഞു. ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വഴിയൊരുക്കുന്ന കേന്ദ്രങ്ങൾ വർദ്ധിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യണമെന്ന് മന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് ഒന്നിക്കാനുള്ള സ്ഥലമാണ്. ഇങ്ങനെ ഒന്നിക്കാനുള്ള പൊതു ഇടങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ സാധിക്കില്ല, ജനങ്ങളെ ഒന്നിപ്പിക്കാൻ സാധിക്കും, സന്തോഷം വർദ്ധിക്കും. ഇതിനാണ് ഇത്തരം കേന്ദ്രങ്ങൾ ഇനിയും നമുക്ക് ശക്തിപ്പെടുത്തണം. ബേപ്പൂർ മറീന ബീച്ച് വികസിച്ചതുപോലെ, ചാലിയം ഓഷ്യാനിസ് ബീച്ച് വികസിച്ചതുപോലെ ഇതുപോലുള്ള പൊതു ഇടങ്ങളെ നമുക്ക് ഇനിയും വികസിപ്പിക്കണം. വളരെ വ്യത്യസ്ത ഭക്ഷണങ്ങൾ ലഭിക്കുന്ന നാടാണ് കേരളം. ആ ഭക്ഷണങ്ങളുടെ ഒരു ഹബ്ബ് കൂടിയാണ് നമ്മുടെ ഈ പ്രദേശങ്ങൾ. ആ നിലയിൽ നമുക്കിതിനെ മാറ്റിയെടുക്കണം. ഈ സ്ഥലം ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായി മാറും. ചടങ്ങിൽ കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് O ഭക്തവത്സലൻ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M അനൂപ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഫറൂഖ് നഗരസഭാ ചെയർപേഴ്സൺ C ചന്ദ്രിക, ജില്ലാ പഞ്ചായത്ത് അംഗം അഞ്ജിത സനൂപ്, ഫറൂഖ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മൊയ്തീൻ കോയ തുടങ്ങിയവർ സംബന്ധിച്ചു. വിനോദസഞ്ചാര വകുപ്പ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തച്ചാട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിറ താലപ്പൊലി മഹോത്സവം വിപുലമായി നടന്നു. പൂജകളിലും വഴിപാടുകളിലും നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. ബേപ്പൂർ കിഴക്കുംപാടം തച്ചാട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ തിറ താലപ്പൊലി മഹോത്സവം പരമ്പരാഗത ചടങ്ങുകളോടെ നടന്നു. 2 ദിവസങ്ങളിലായി പൂജകളും വെള്ളാട്ടുകളും തിറയാട്ടങ്ങളും ദേവിക്ക് സമർപ്പിച്ചു. ഉത്സവത്തിന്റെ 1-ാം ദിനം സന്ധ്യാവേലയ്ക്ക് ശേഷം പ്രാദേശിക കലാകാരന്മാർ നൃത്തസന്ധ്യ അവതരിപ്പിച്ചു. 2-ാം ദിവസം ഗണപതി ഹോമം, കരുമൽക്കാവിൽ നിന്നും കലശമെഴുന്നള്ളിപ്പ്, ഉച്ചപൂജയ്ക്ക് ശേഷം പ്രസാദ ഊട്ട്, ദീപാരാധനയ്ക്ക് ശേഷം പൂമൂടൽ എന്നിവ നടന്നു. വൈകിട്ട് ദേവീ ദേവന്മാരുടെ വെള്ളാട്ടുകളും രാത്രിയിൽ തായമ്പകയും താലപ്പൊലിയും ഭഗവതി ഗുളികൻ തിറയാട്ടങ്ങളും ദേവീ സന്നിധിയിലെത്തി. ഗുരുതി തർപ്പണത്തോടെ ഉത്സവ ചടങ്ങുകൾ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. പുതിയലത്ത് പരദേവതാ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ ചടങ്ങുകൾ സമാപിച്ചു. 2 ദിവസങ്ങളിലായി ആചാര അനുഷ്ഠാനങ്ങളോടെയായിരുന്നു ഉത്സവ പരിപാടികൾ നടന്നത്. ബേപ്പൂർ പുതിയലത്ത് പരദേവതാ ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾ ആചാരാനുഷ്ഠാന ചടങ്ങുകളോടെ പൂർത്തിയാക്കി. 2 ദിവസങ്ങളിൽ പ്രത്യേക നിവേദ്യങ്ങൾ, പൂജകൾ, കാവുണർത്തൽ, പീഠം വെക്കൽ, തിടമ്പെഴുന്നള്ളിപ്പ്, കനലാട്ടം, താലപ്പൊലി തുടങ്ങിയ പ്രധാന ചടങ്ങുകളും പ്രസാദ ഊട്ടും വർണ്ണാഭമായ ചമയങ്ങളിലും ചെണ്ടമേളത്തിന്റെ അകമ്പടിയിലും വെള്ളാട്ടുകളും തിറയാട്ടങ്ങളും നടന്നു. തെക്കൻ ശൈലിയും വടക്കൻ ശൈലിയും ഒരുമിച്ചുള്ള കളതിപ്പയറ്റ് സമർപ്പണവും പരദേവത സന്നിധിയിൽ ഒരുക്കി. ചാന്താട്ടത്തോടെ ഉത്സവ ചടങ്ങുകൾ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. റമദാൻ ആഘോഷങ്ങൾക്ക് കോഴിക്കോട് കല്യാൺ സിൽക്സിൽ തുടക്കമായി. റംസാൻ പ്രമാണിച്ച് ഒരുക്കിയ വസ്ത്രശേഖരത്തിന്റെയും ദീപാലങ്കാരങ്ങളുടെയും ഉദ്ഘാടനം കോഴിക്കോട് ഷോറൂമിൽ നടന്നു. കോഴിക്കോട് കല്യാൺ സിൽക്സ് ഷോറൂമിൽ നടന്ന വസ്ത്രശേഖരങ്ങളുടെ വിപണനോദ്ഘാടനവും ദീപാലങ്കാരങ്ങളുടെ പ്രകാശനവും ജിടെക് CMD മഹറൂഫ് മണലുടി, ജിടെക് വഹീദ, മെറാൾഡ് ജ്വല്ലേഴ്സ് CMD അബ്ദുൽ ജലീൽ ഇടത്തിൽ, മെറാൾഡ് ജ്വല്ലേഴ്സ് ഡയറക്ടർ ഷെറീന ജലീൽ, RG ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അംബിക രമേശ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഓരോ ഷോപ്പിംഗിലും ഇരട്ടി ലാഭത്തോടെ ഏറ്റവും പുതിയ ഫാഷൻ വസ്ത്രങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരമാണ് കല്യാൺ സിൽക്സിന്റെ ഉപഭോക്താക്കൾക്കായി റമദാൻ പ്രത്യേക വിപണന മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. അഫ്ഗാനി ഷറാറാസ്, ടർക്കിഷ് കഫ്താൻസ്, കാശ്മീരി കുർത്തീസ്, ലക്നോവി ഡെക്കറേറ്റഡ് സാരീസ് എന്നിവയുടെ ഏറ്റവും വലിയ കളക്ഷനുകളും മെൻസ് വെയറിലെയും കിഡ്സ് വെയറിലെയും ഫെസ്റ്റിവൽ എഡിഷനുകളും ഒത്തുചേർന്നതാണ് കല്യാൺ സിൽക്സിലെ റമദാൻ വിപണനമേള. റമദാൻ ദിനങ്ങളിൽ കല്യാൺ സിൽക്സ് ഷോറൂമുകളിൽ എത്തുന്ന വിശ്വാസികൾക്ക് നോമ്പു തുറയ്ക്കുള്ള പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. ഒപ്പം വിവിധ കലാപരിപാടികളും
പുണ്യദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. കല്യാൺ സിൽക്സിൻ്റെ റമദാൻ, അതായത് ഇപ്പോൾ നോമ്പൊക്കെ വരികയാണല്ലോ, അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടുള്ള പുതിയ ഒരുപാട് പ്രോഡക്റ്റുകൾ, ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാം കാണാൻ പറ്റി. വളരെ വളരെ സന്തോഷം. ഒരുപാട് ഉയരങ്ങൾ. ഓൾറെഡി വലിയൊരു ബ്രാൻഡാണ്. കാരണം നമുക്ക് മലയാളികൾക്ക് എപ്പോഴും പ്രൗഡായിട്ടുള്ള ഒരു ബ്രാൻഡാണ് കല്യാൺ എന്ന് പറയുന്നത്. അത് വെദർ ഇറ്റ് ഈസ് കല്യാൺ ജ്വല്ലേഴ്സ് ഓർ കല്യാൺ സിൽക്സ്, നമ്മളൊരു അഭിമാനമാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് നമുക്ക് ഈ ഒരു നോമ്പ് കാലം എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് പെരുന്നാളോട് ബന്ധപ്പെട്ട് ഒരുപാട് വലിയ ഷോപ്പിംഗ് ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് കോഴിക്കോടുള്ളത്. എല്ലാവിധ ആശംസകളും. നല്ല കളക്ഷനൊക്കെ കണ്ട് അടിപൊളിയാണ്, സൂപ്പറാണ്, ഒന്നും പറയാനില്ല. വിസ്മയിപ്പിക്കുന്ന വിലക്കുറവും ഉപഭോക്താക്കൾക്കായി കല്യാൺ സിൽക്സ് വാഗ്ദാനം ചെയ്യുന്നു. കല്യാൺ സിൽക്സിൽ 2999 രൂപ മുതലുള്ള കല്യാണപ്പട്ട് സാരികളുടെ വിപുലമായ ശേഖരം കല്യാണിൽ എന്ന പേരിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. റമദാൻ ആഘോഷ പരിപാടിയിൽ റീജിയണൽ മാനേജർ ഹരി അയ്യർ, മാനേജർമാരായ ലാനിഷ്, അരുൺകുമാർ, രജീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാരമ്പര്യ വൈദ്യശാസ്ത്ര രംഗത്ത് കേരളം മികവിന്റെ കേന്ദ്രമായി തുടരുകയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. LP വിഭാഗത്തിൽ കൂടി സംസ്കൃതോത്സവം ആരംഭിക്കുന്ന കാര്യത്തിൽ അനുഭാവപൂർവമായ ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കേരള ടെക്നോളജി എക്സ്പോ KTX ഗ്ലോബൽ 2026 മെയ് 28 മുതൽ 30 വരെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടക്കും. സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ BA അറബിക് ബിരുദ തത്തുല്യ യോഗ്യതാ കോഴ്സിന്റെ വാർഷിക പരീക്ഷ നടന്നു. ജനങ്ങളെ ഒന്നിപ്പിക്കുവാൻ സഹായിക്കുന്ന പൊതു ഇടങ്ങൾ വികസിപ്പിക്കണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനോട് സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.